നിലമ്പൂർ നഗരസഭയെ പരിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ നിലമ്പൂർ നഗരത്തിനകത്തേക്ക് കയറും. ഈ ചന്തക്കുന്ന് വഴി ആയിരിക്കും, അതായത് LDFന്റെ പരിപാടി നടക്കുന്ന അതിന്റെ പ്രദേശത്ത് കൂടിയായിരിക്കും UDFന്റെ പരിപാടി നടക്കുന്ന അവിടേക്ക് എത്തുക. ഇപ്പോൾ കരിപ്പുഴം പാലത്തിലാണ് ഈ റോഡ് ഷോ ഉള്ളത്, എത്തിയിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ, നൂറുകണക്കിന് UDYFന്റെ പ്രവർത്തകരാണ് ഈ റാലിയിൽ അണിനിരക്കുന്നത്. ആദ്യമുണ്ടായിരുന്ന വാഹനത്തിൽ നിന്ന് മറ്റൊരു ജീപ്പിലേക്ക് ആര്യാടൻ ചൗക്കുന്ന സ്ഥാനാർത്ഥി മാറിയിരുന്നിരിക്കുന്നു. പരമാവധി ഈ പ്രവർത്തകരെ ആവേശത്തിലാക്കാനാണ് UDFന്റെ യുവ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിൽ, ജോൺ, അതുപോലെ തന്നെ രാഹുൽ മാക്കൂട്ടത്തിൽ, അൻവർ സാദത്ത് തുടങ്ങിയ ജനപ്രതിനിധികൾ, PK ഫിറോസ്, അമിത് വർക്കി അടക്കമുള്ള യുവജന നേതാക്കൾ എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ട്. ഈ വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത്. കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി ഉള്ള പ്രവർത്തനങ്ങളുടെ ഒരു പരിസമാപ്തിയാണ്. UDFനെ സംബന്ധിച്ചത് ഒരു അഭിമാന പോരാട്ടമാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന ആദികായകൻ അദ്ദേഹത്തിന്റെ കുത്തകയാക്കി 30 വർഷത്തിലധികം വെച്ച മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഒരു ദൗത്യത്തിലാണ് കോൺഗ്രസും UDFും ഏർപ്പെട്ടിരിക്കുന്നത്. അത് വിജയിക്കുമെന്ന പ്രതീക്ഷയിലുള്ള കാലടച്ചുള്ള ഒരു പ്രചരണമാണ് നടത്തിയിരുന്നത്. ഒരു ഭാഗത്ത് ഈ താഴെത്തട്ടിൽ കുടുംബയോഗങ്ങൾ വിളിച്ച് അതോടൊപ്പം തന്നെ വലിയ പ്രചരണ പരിപാടികൾ നടത്തി. 2 തരത്തിലുള്ള പരിപാടികളും ശക്തമായി നടത്തിയാണ് UDF മുന്നോട്ട് പോകുന്നത്. ഉല്ലാസം എന്നത് അതിന്റെ പരിസമാപ്തിയാണ്, അതിന്റെ അവസാനമാണ്. അതുകൊണ്ട് ശക്തി തെളിയിക്കാൻ ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റോഡ് ഷോ അല്പസമയത്തിനുള്ളിൽ തന്നെ UDFന് നിശ്ചയിച്ചിട്ടുള്ള പ്രദേശത്ത്, അതായത് മുൻവശത്തായി എത്തിച്ചേരുകയും അവിടെ നൃത്തങ്ങളായി UDF ശരി, അല്പസമയത്തിനകം തന്നെ UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നിലമ്പൂർ ടൗണിലേക്ക് എത്തിച്ചേരും. നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ് നിലമ്പൂർ ടൗൺ ഉള്ളത്. വിവിധ